മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും കുറേ കാലത്തിനു ശേഷം കേന്ദ്രവിരുദ്ധ സമരത്തിനിറങ്ങിയത് പലതരത്തിൽ വാർത്തകൾ സൃഷ്ടിക്കുകയാണ്. അതിലൊന്ന്, കേന്ദ്രവിരുദ്ധ സമരം ചെയ്യേണ്ട ഇടത്തല്ല അതുണ്ടായത് എന്നതാണ്. കേന്ദ്ര സർക്കാരിന്റെ പ്രതിപുരുഷനായ ഗവർണർ ഇരിക്കുന്ന ലോക്ഭവന്റെ മുന്നിലായിരുന്നു സമരം ചെയ്യേണ്ടിയിരുന്നത്. അതിനു പകരം മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ സ്തൂപത്തിന് താഴെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് പരിഹാസത്തിനിടയാക്കി. പാവം ഗാന്ധിജി എന്തു പിഴച്ചു എന്നാണ് പലരും ചോദിക്കുന്നത്. മറ്റൊന്ന്, കേന്ദ്രവിരുദ്ധ സമരത്തിനിടയിൽ മുഖ്യമന്ത്രി അതിജീവിത കപ്പും പിടിച്ചിരുന്നത് മറ്റൊരു രാഷ്ട്രീയ പരിഹാസത്തിനിടയാക്കി. മുഖ്യമന്ത്രി അതിജീവിതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടത് തന്നെയാണ്. എന്നാൽ അതിനുള്ള ഇടം ഇതല്ലായിരുന്നു. അതിജീവിതയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ അവസാന വരിയിൽ നിന്ന് പ്രധാന ഭാഗം കളഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി കപ്പിൽ പതിപ്പിച്ചിട്ടുള്ളത്. പോസ്റ്റിൽ ഇങ്ങനെയായിരുന്നു: കുഞ്ഞാറ്റ, അമ്മ ലവ്സ് യു ടു മൂൺ ആൻഡ് ബാക്ക്. അതിന് പകരം ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്നാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉച്ചപ്പട്ടിണിയിരുന്നാണ് കേരളീയർക്ക് വേണ്ടി മുഖ്യമന്ത്രി കേന്ദ്രവിരുദ്ധത പ്രകടിപ്പിച്ചതെന്ന് രാജ്യസഭാംഗമായ എ റഹീം പറഞ്ഞതും അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പീഡനത്തിനിരയായ ആദ്യ അതിജീവിതയിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നുള്ള അവസാന വരിയാണ് മുഖ്യമന്ത്രി പിണറായി പിടിച്ചുയർത്തിയ കപ്പിൽ രേഖപ്പെടുത്തിയിരുന്നത്. ആ ഇംഗ്ലീഷ് പോസ്റ്റിന്റെ പൂർണ്ണരൂപത്തിന്റെ പരിഭാഷ ഇങ്ങനെയാണ്: വിധികളും വഞ്ചനകളുമുണ്ടായിരുന്നിട്ടും ഞങ്ങളെ തന്നെ സാധൂകരിക്കാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകിയതിന് നന്ദി. ഇരുട്ടിൽ ചെയ്തത് നിങ്ങൾ കണ്ടു. ലോകത്തിൽ ഒരിക്കലും എത്താത്ത നിലവിളികൾ നിങ്ങൾ കേട്ടു. ഞങ്ങളുടെ ശരീരം ആക്രമിക്കപ്പെട്ടപ്പോഴും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലപ്രയോഗത്തിലൂടെ നമ്മിൽ നിന്നെടുത്തപ്പോഴും നിങ്ങൾ ഞങ്ങളെ താങ്ങി. നമ്മുടെ മാലാഖ കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളോട് ക്ഷമിക്കട്ടെ. പ്രത്യേകിച്ച് തെറ്റായ വ്യക്തിയെ വിശ്വസിച്ച് നമ്മുടെ കുട്ടിയുടെ പിതാവാകാൻ യോഗ്യനല്ലാത്ത ഒരാളെ തിരഞ്ഞെടുത്തതിന്. അവരുടെ ആത്മാക്കൾ സമാധാനത്തോടെ വിശ്രമിക്കട്ടെ. അക്രമത്തിൽ നിന്ന് മുക്തമായി, ഭയത്തിൽ നിന്ന് മുക്തമായി, നമ്മെ സംരക്ഷിക്കാൻ പരാജയപ്പെട്ട ലോകത്തിൽ നിന്ന് മുക്തമായി. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കണ്ണുനീർ സ്വർഗത്തിലെത്തിയാൽ അവർ നിങ്ങളോട് ഇതു പറയട്ടെ: നിങ്ങളുടെ അമ്മ ഒരിക്കലും നിങ്ങളെ മറന്നില്ല. നിങ്ങളുടെ അസ്തിത്വം പ്രധാനമാണ്. നിങ്ങളുടെ ആത്മാവ് പ്രധാനമാണ്. ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ അമ്മമാർ നിങ്ങളെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കൊണ്ടുപോകും. കുഞ്ഞട്ട, അമ്മ ലവ്സ് യു ടു മൂൺ ആൻഡ് ബാക്ക്.